ഒരു വ്യക്തിയുടെ ക്രെഡിറ്റ് സ്കോർ ജനറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പേരിൽ എന്തെങ്കിലും തരത്തിലുള്ള ലോൺ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകണം എങ്കിൽ മാത്രമേ ആ ഒരു വ്യക്തിയുടെ പേരിൽ ക്രെഡിറ്റ് സ്കോർ ജനറേറ്റ് ആവുകയുള്ളൂ. അല്ലാത്ത പക്ഷം സ്കോർ ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്നെ എന്ന രീതിയിലൊക്കെ ആയിരിക്കും കാണുവാനായിട്ട് സാധിക്കുന്നത്. കാരണം സ്കോർ ഒന്നും ജനറേറ്റ് ആയിട്ടുണ്ടാവില്ല. കാരണം സ്കോർ ജനറേറ്റ് ആവുന്നത് നമ്മളുടെ ലോൺ അക്കൗണ്ടിൻ്റെ ഇൻഫർമേഷനും അതിൻ്റെ ആക്ടിവിറ്റിയൊക്കെ വെച്ചുകൊണ്ടാണ്. അതൊന്നുമില്ലെങ്കിൽ സ്കോർ ഇല്ല, എന്നെ എന്ന രീതിയിലുള്ള റെസ്പോൺസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇല്ലെങ്കിൽ 0 എന്ന രീതിയിലൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. എന്നാൽ നമുക്ക് ഒരു ലോൺ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ക്രെഡിറ്റ് സ്കോറും അതുപോലെ തന്നെ നല്ലൊരു ക്രെഡിറ്റ് റിപ്പോർട്ടും ഉണ്ടാകണം. അത് നമ്മൾ അങ്ങോട്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. നല്ലൊരു ക്രെഡിറ്റ് സ്കോർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലോൺ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ വേണം. എന്നാൽ ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ക്രെഡിറ്റ് സ്കോറും ക്രെഡിറ്റ് റിപ്പോർട്ടും ആവശ്യമായിട്ടുണ്ട്. ഇതുവരെ സ്വന്തം പേരിൽ ലോൺ അക്കൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് 3 മാർഗ്ഗങ്ങൾ ഓപ്റ്റ് ചെയ്യാം. ഒന്നാമതായിട്ട് ഗോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ഒരു 3-4 മാസത്തേക്ക് ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഗോൾഡ് വെച്ച് ലോൺ എടുത്തിട്ട് അത് കറക്റ്റായിട്ട് റീപേ ചെയ്ത് ആ രീതിയിൽ നമുക്ക് ഒരു സ്കോർ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡിൽ എന്തെങ്കിലും ഡെബിറ്റ് കാർഡ് EMI ഫെസിലിറ്റി ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് EMI ആയിട്ട് പർച്ചേസ് ചെയ്യാം, ഡെബിറ്റ് കാർഡ് EMI ആയിട്ട് പർച്ചേസ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഒരു ക്രെഡിറ്റ് അക്കൗണ്ട് ജനറേറ്റ് ചെയ്ത് സ്കോർ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഡെബിറ്റ് കാർഡ് EMI സൗകര്യം നിങ്ങൾക്ക് ലഭ്യമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് വലിയ സ്റ്റോറുകളിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഹോം അപ്ലയൻസസ് ഒക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് EMI കാർഡ് ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് നമുക്ക് സ്കോർ വേണം എന്നൊന്നുമില്ല. നമുക്ക് പുതിയതായിട്ട് കാർഡ് എടുക്കുന്ന സമയത്ത് നമ്മളുടെ ആധാരം കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നമുക്കൊരു EMI കാർഡ് എടുക്കുവാനായിട്ട് സാധിക്കും. സോ അങ്ങനെ EMI കാർഡ് എടുത്തിട്ട് എന്തെങ്കിലും ചെറിയ പ്രൊഡക്റ്റ് EMI ആയിട്ട് പർച്ചേസ് ചെയ്ത് ഒരു 3-4 മാസം കറക്റ്റായിട്ട് EMI റീപേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ക്രെഡിറ്റ് അക്കൗണ്ട് ജനറേറ്റ് ആവുകയും നമുക്ക് അതിൻ്റെ റീപേയ്മെൻറ്റ് ഹിസ്റ്ററി അനുസരിച്ച് നല്ലൊരു സ്കോർ ബിൽഡ് ചെയ്തെടുക്കുകയും ചെയ്യാം. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കുക എന്നുള്ളതാണ്. ക്രെഡിറ്റ് കാർഡിലേക്ക് വരുമ്പോൾ 2 തരത്തിലുള്ള ക്രെഡിറ്റ് കാർഡുകളുണ്ട്. ഒന്ന് സെക്യൂർഡ് കാർഡ്, മറ്റൊന്ന് അൺസെക്യൂർഡ് കാർഡ്. അൺസെക്യൂർഡ് കാർഡ് എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകിച്ച് ഈടോ കാര്യങ്ങളൊന്നും കൊടുക്കാതെ എടുക്കുന്ന ക്രെഡിറ്റ് കാർഡുകളാണ്. പക്ഷേ അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഈ പറഞ്ഞ രീതിയിലൊരു ക്രെഡിറ്റ് സ്കോറൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ. പിന്നെ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡാണ്. സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ് എന്ന് വെച്ചാൽ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് എടുക്കുന്ന ക്രെഡിറ്റ് കാർഡാണ്. സോ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടണം. ആ ഒരു ഈടിൻ്റെ പുറത്താണ് നമുക്ക് ക്രെഡിറ്റ് കാർഡ് അനുവദിച്ച് തരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ക്രെഡിറ്റ് കാർഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ക്രെഡിറ്റ് സ്കോർ വേണം എന്നുള്ള കണ്ടീഷനോ കാര്യങ്ങളൊന്നും വരുന്നില്ല. FD ഇട്ടാൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് എടുക്കുവാനായിട്ട് സാധിക്കും. സോ ഇങ്ങനെ FD ഇട്ട് എടുക്കുവാൻ സാധിക്കുന്ന ഒരു 3 വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡുകൾ പരിചയപ്പെടാം. ഇത് ജസ്റ്റ് ഇൻഫർമേഷൻ പർപ്പസിനായിട്ട് ചെയ്യുന്നൊരു വീഡിയോ മാത്രമാണ്. അല്ലാതെ നിങ്ങൾ പോയിട്ട് ഈ കാർഡ് എടുക്കണം, ഇത് നല്ല കാർഡാണ്, അങ്ങനെയുള്ള യാതൊരു അഭിപ്രായമില്ല. ജസ്റ്റ് ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ മാത്രമാണ്. 3 കാർഡുകൾ പരിചയപ്പെടാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. പിന്നെ ഇത് കൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും കാർഡ് റെക്കമെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്ന 3 കാർഡുകളിൽ ഏതെങ്കിലും യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടി കമൻറ്റ് ചെയ്യുക. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് AU സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ നോമോ ക്രെഡിറ്റ് കാർഡ് വേരിയൻ്റ് ആണ്. ഇത് നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് എടുക്കുവാൻ സാധിക്കുന്ന ഒരു ക്രെഡിറ്റ് കാർഡ് വേരിയൻ്റ് ആണ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കിക്കഴിഞ്ഞാൽ 18 വയസ്സിനും അതുപോലെ തന്നെ 75 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് എടുക്കാനായിട്ട് സാധിക്കുക. ഇന്ത്യൻ റെസിഡൻ്റ് ആയിരിക്കണം. മിനിമം FD എമൗണ്ട് എന്ന് പറയുന്നത് 10,000 രൂപയാണ്. 10,000 രൂപയോ അതിന് മുകളിലോ FD ഇട്ടാണ് നമുക്ക് ഈ ഒരു കാർഡ് എടുക്കുവാനായിട്ട് സാധിക്കുക. നമ്മൾ എത്ര രൂപയാണ് FD ഇടുന്നത് ആ ഒരു സെയിം എമൗണ്ട് തന്നെ നമുക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റായിട്ട് അനുവദിച്ച് കിട്ടും. ഈ ഒരു നോമോ ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ജോയിനിങ് ഫീസ് വരുന്നത് 199+ GST ആണ്. സെക്കൻഡ് ഇയർ തൊട്ട് ചാർജ് വരുന്നില്ല, നമ്മൾ ആനുവൽ ചാർജ് കൊടുക്കേണ്ടതായിട്ടില്ല. പിന്നെ നമ്മൾ ഈ ഒരു ജോയിനിങ് ഫീസ് കൊടുത്താൽ നമുക്കൊരു വെൽക്കം ബെനിഫിറ്റ് വരുന്നുണ്ട്. നമ്മൾ കാർഡ് എടുത്തിട്ട് ഫസ്റ്റ് ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ 30 ഡേയ്സിനുള്ളിൽ ഫസ്റ്റ് ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 500 റിവാർഡ് പോയിന്റ് കിട്ടും. ഒരു റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് 25 പൈസയ്ക്ക് ഇക്വലൻ്റ് ആണ്. സോ അങ്ങനെ ഒരു വെൽക്കം ബെനിഫിറ്റ് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. ഇനി റിവാർഡ് പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ റീറ്റെയിൽ കാറ്റഗറിയിൽ ഒരു 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 റിവാർഡ് പോയിന്റ് കിട്ടും, ഇക്വലൻ്റ് ടു 50 പൈസ. പിന്നെ യൂട്ടിലിറ്റി പേയ്മെൻറ്റ്, ഇൻഷുറൻസ് കാറ്റഗറിയിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ 100 രൂപക്കും 1 റിവാർഡ് പോയിന്റ് കിട്ടും. യൂട്ടിലിറ്റി അതുപോലെ തന്നെ ടെലികോം കാറ്റഗറിയിൽ നമുക്കൊരു ബില്ലിംഗ് സൈക്കിളിൽ മാക്സിമം നേടുവാൻ സാധിക്കുന്ന റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് 100 റിവാർഡ് പോയിന്റ് ആണ്. പിന്നെ റെൻറ്റ് പേയ്മെൻറ്റ്, ക്യാഷ് പേയ്മെൻറ്റ്, എഡ്യൂക്കേഷണൽ പേയ്മെൻറ്റ്, അങ്ങനെയുള്ള ഈ കാണുന്ന കാറ്റഗറിയിൽ നമുക്ക് സ്പെൻഡ് ചെയ്യുമ്പോൾ റിവാർഡ് പോയിന്റ് ഒന്നും തന്നെ കിട്ടുകയില്ല. പിന്നെ ഈ ഒരു കാർഡിൽ കിട്ടുന്ന മറ്റൊരു ബെനിഫിറ്റാണ് മൈൽ സ്റ്റോൺ ബെനിഫിറ്റ്. നമ്മൾ ഈ ഒരു കാർഡ് എടുത്തിട്ട് ക്വാർട്ടർലി 25,000 രൂപ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 500 റിവാർഡ് പോയിന്റ് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ 50,000 രൂപ സ്പെൻഡ് ചെയ്യുന്ന സമയത്തും എക്സ്ട്രാ വീണ്ടും ഒരു 500 റിവാർഡ് പോയിന്റ് കൂടി കിട്ടും. അപ്പോൾ ഇങ്ങനെ ക്വാർട്ടർലി നമ്മൾ 50,000 രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1000 റിവാർഡ് പോയിന്റ് നേടുവാനായിട്ട് സാധിക്കും. പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ
4x ചാർജാണ്. നമ്മൾ വിദേശത്ത് കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നമ്മൾ ഇന്ത്യക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വിദേശ വെബ്സൈറ്റുകളിൽ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് 4x ചാർജ് എന്ന് പറയുന്നത് 0.99% പ്ലസ് GST മാത്രമാണ്. നോർമൽ കാർഡിൻ്റെ 4x ചാർജ് നോക്കിക്കഴിഞ്ഞാൽ 3.5% പ്ലസ് GST ആണ്. പക്ഷേ ഇവിടെ അത് 0.99% പ്ലസ് GST മാത്രമാണ്. പിന്നെ ഒരു കാർഡ് വേരിയൻറ്റിൽ വരുന്ന മറ്റൊരു ബെനിഫിറ്റാണ് നമുക്ക് സെലക്ടഡ് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചുകൾ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ കണ്ടീഷൻ വരുന്നത് ക്വാർട്ടർലി നമ്മൾ 20,000 രൂപയ്ക്ക് മുകളിൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യണം. അങ്ങനെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ടഡ് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചുകൾ നമുക്ക് ക്വാർട്ടർലി 2 തവണ കോംപ്ലിമെൻ്ററി ആയിട്ട് ആക്സസ് ചെയ്യാം. പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് ഫ്യൂവൽ സർചാർജ് വേവർ ആണ്. 1% സർചാർജ് വേവറാണ് വരുന്നത്. മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് 400 രൂപയാണ്. മാക്സിമം ട്രാൻസാക്ഷൻ എമൗണ്ട് 5000 രൂപയാണ്. ഒരു ബില്ലിംഗ് സൈക്കിളിൽ നമുക്ക് അപ് ടു 100 രൂപ വരെ സർചാർജ് വേവറായിട്ട് നേടുവാനായി കഴിയും. പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് റെയിൽവേ ലോഞ്ച് ആക്സസ് ആണ്. നമുക്ക് സെലക്ടഡ് റെയിൽവേ ലോഞ്ചുകൾ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ക്വാർട്ടർലി 2 തവണയാണ് നമുക്ക് സെലക്ടഡ് റെയിൽവേ ലോഞ്ചുകൾ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ആക്സസ് ചെയ്യാനായി സാധിക്കുക. നെക്സ്റ്റ് കൺസിഡർ ചെയ്യാവുന്ന മറ്റൊരു ക്രെഡിറ്റ് കാർഡ് വേരിയൻ്റാണ് IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ഏൺ വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡ്. ഇതൊരു വെർച്വൽ റുപ്പേ വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡാണ്. എലിജിബിലിറ്റി വരുന്നത് 18 വയസ്സിന് മുകളിലുണ്ടായിരിക്കണം, ഇന്ത്യൻ റെസിഡൻ്റ് ആയിരിക്കണം. മിനിമം FD എമൗണ്ട് എന്ന് പറയുന്നത് 5000 രൂപയാണ്. 5000 രൂപയോ അതിന് മുകളിൽ FD ഇട്ടുകൊണ്ട് നമുക്ക് ഈ ഒരു കാർഡ് എടുക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ എത്ര രൂപയാണോ FD ഇടുന്നത് ആ ഒരു സെയിം എമൗണ്ട് തന്നെ നമുക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റായിട്ട് അനുവദിച്ച് കിട്ടും. പിന്നെ ഒരു കാർഡ് വേരിയൻറ്റിൻ്റെ ജോയിനിങ് ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസ് നോക്കിക്കഴിഞ്ഞാൽ 499 രൂപ പ്ലസ് GST ആണ് ചാർജ് വരുന്നത്. നമുക്ക് അപ് ടു 1% ക്യാഷ് ബാക്ക് ആണ് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നത്. മർച്ചന്റ് UPI പേയ്മെൻറ്റ് ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കാർഡ് അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് മർച്ചന്റ് UPI പേയ്മെൻറ്റ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് വഴി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1% ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും. ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള മറ്റു തേർഡ് പാർട്ടി ആപ്പുകൾ വഴിയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 0.5% ക്യാഷ് ബാക്ക് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ മറ്റു ഓൺലൈൻ ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് 0.5% ക്യാഷ് ബാക്ക് കിട്ടും. ഒരു ക്യാപ്പ് വരുന്നുണ്ട്. ഒരു ബില്ലിംഗ് സൈക്കിളിൽ നമുക്ക് പരമാവധി നേടുവാൻ സാധിക്കുന്ന ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് 500 രൂപ വരെയാണ്. യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ്, ഇൻഷുറൻസ് പേയ്മെൻറ്റ്, വാലറ്റ് ലോഡിംഗ് എന്നിവയ്ക്കൊക്കെ നമുക്ക് 0.5% ക്യാഷ് ബാക്ക് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ അതൊരു വെൽക്കം ഓഫർ വരുന്നുണ്ട്. നമുക്ക് 100% ക്യാഷ് ബാക്ക് അപ് ടു 500 രൂപ വരെ നേടുവാനായിട്ട് സാധിക്കും. കാർഡ് ജനറേറ്റ് ചെയ്ത് 15 ദിവസത്തിനുള്ളിൽ നമ്മൾ ഫസ്റ്റ് UPI ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് അപ് ടു 500 രൂപ വരെ ക്യാഷ് ബാക്ക് നേടാം. ലിമിറ്റഡ് പീരീഡ് ഓഫറാണ്. 500 രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തിയാൽ നമുക്ക് 500 രൂപ ക്യാഷ് ബാക്ക് നേടാം. നിങ്ങൾ എത്ര രൂപയുടെ ട്രാൻസാക്ഷൻ ആണോ നടത്തുന്നത് ആ ഒരു എമൗണ്ട് മാക്സിമം അപ് ടു 500 രൂപ വരെയാണ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ജോയിനിങ് ഫീസ് കൊടുത്താലും ഈ ഒരു ഓഫർ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കത് ഈ പറഞ്ഞ രീതിയിൽ ക്യാഷ് ബാക്ക് ആയി നേടുവാനായിട്ട് സാധിക്കും. ഇതൊരു ലിമിറ്റഡ് പീരീഡ് ഓഫറാണ്. നെക്സ്റ്റ് വരുന്ന മറ്റൊരു ബെനിഫിറ്റ് നമുക്ക് ഡിസ്ട്രിക്ട് ആപ്പ് വഴി മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ 25% ഡിസ്കൗണ്ട് അപ് ടു 100 രൂപ വരെ നേടുവാനായിട്ട് സാധിക്കും. പിന്നെ കോംപ്ലിമെൻ്ററി റോഡ് സൈഡ് അസിസ്റ്റൻസ് വരുന്നുണ്ട്. പിന്നെ ഒരു 2 ലക്ഷം രൂപയുടെ പേഴ്സണൽ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് കവറേജ് വരുന്നുണ്ട്. പിന്നെ കൺസിഡർ ചെയ്യാൻ സാധിക്കുന്ന തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് IDFC ഫസ്റ്റ് ബാങ്കിന് തന്നെ വൗ വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡാണ്. 18 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഈ ഒരു കാർഡ് എടുക്കുവാനായിട്ട് സാധിക്കുക. മിനിമം FD എമൗണ്ട് 20,000 രൂപയാണ്. നമ്മൾ എത്ര രൂപയാണ് FD ഇടുന്നത് ആ ഒരു സെയിം എമൗണ്ട് തന്നെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റായിട്ട് നമുക്ക് അനുവദിച്ച് കിട്ടും. ഇന്ത്യൻ റെസിഡൻ്റ് ആയിരിക്കണം. ഈ ഒരു കാർഡിന് പ്രത്യേകിച്ച് ജോയിനിങ് ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും വരുന്നില്ല. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു ഫീച്ചറാണ് 0.4x ചാർജ്. സോ വിദേശത്ത് കൂടുതൽ ട്രാൻസാക്ഷൻ നടന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ പ്രയോജനപ്പെടുത്താം. 0.4x ചാർജാണ് വരുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് അപ് ടു 4 റിവാർഡ് പോയിന്റ് വരെ നേടുവാനായിട്ട് സാധിക്കും. ഓരോ 150 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും 4 റിവാർഡ് പോയിന്റ് ആണ് എലിജിബിലിറ്റി കാറ്റഗറിയിൽ ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നത്. ഒരു റിവാർഡ് പോയിന്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 25 പൈസയാണ്. നമുക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റിന് എക്സ്പയറി ഡേറ്റ് വരുന്നില്ല, പക്ഷേ റിഡംഷൻ ചാർജ് ആപ്ലിക്കബിൾ ആണ്. ഓരോ വട്ടം റിഡീം ചെയ്യുമ്പോഴും 99 രൂപ പ്ലസ് GST റിഡംഷൻ ചാർജ് ആപ്ലിക്കബിൾ ആണ്. പിന്നെ ഇൻഷുറൻസ് കാറ്റഗറി, യൂട്ടിലിറ്റി കാറ്റഗറിയിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 റിവാർഡ് പോയിന്റ് കിട്ടില്ല. പകരം ഓരോ 150 രൂപക്കും ഒരു റിവാർഡ് പോയിന്റ് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ ഫ്യൂൽ പേയ്മെൻറ്റ്, EMI ട്രാൻസാക്ഷൻ, ക്യാഷ് വിഡ്രോവൽ അങ്ങനെയുള്ള കാറ്റഗറിയിൽ നമുക്ക് റിവാർഡ് പോയിന്റ് ഒന്നും തന്നെ കിട്ടുകയില്ല. പിന്നെ ഈ ഒരു കാർഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് മർച്ചന്റ് UPI പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് റുപ്പേ വേരിയൻറ്റ് വെർച്വൽ കാർഡ് കൂടി ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു കാർഡ് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചാർജബിൾ ആണ്. അതിൻ്റെ ചാർജ് വരുന്നത് 199 രൂപ പ്ലസ് GST ആണ്. ജോയിനിങ് ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും. നമുക്ക് കിട്ടുന്ന റിവാർഡ് ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 2000 രൂപയിൽ താഴെയുള്ള UPI പേയ്മെൻറ്റ് ആണെങ്കിൽ നമുക്ക് ഒരു റിവാർഡ് പോയിന്റ് ആണ് നേടുവാനായിട്ട് സാധിക്കുക. 2000 രൂപയ്ക്ക് മുകളിലുള്ള UPI പേയ്മെൻറ്റ് ആണെങ്കിൽ നമുക്ക് 3 റിവാർഡ് പോയിന്റ് ഓഫർ ചെയ്യുന്നുണ്ട്. യൂട്ടിലിറ്റി കാറ്റഗറി, ഇൻഷുറൻസ് കാറ്റഗറി പേയ്മെൻറ്റുകൾക്ക് നമുക്ക് ഒരു റിവാർഡ് പോയിന്റ് ആണ് ഓഫർ ചെയ്യുന്നത്. പിന്നെ ഒരു UPI വേരിയൻറ്റ് കാർഡ് എടുത്തിട്ട് നമ്മൾ 15 ദിവസത്തിനുള്ളിൽ നടത്തുന്ന ആദ്യത്തെ 4 UPI ട്രാൻസാക്ഷനുകളിൽ നമുക്ക് അപ് ടു 200 രൂപ വരെ ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും. 100% ക്യാഷ് ബാക്ക് അപ് ടു 200 രൂപ വരെ. സോ ഇതൊക്കെയാണ് നിങ്ങൾ ഒരു FD ബേസ്ഡ് ക്രെഡിറ്റ് കാർഡ് നോക്കുകയാണെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന 3 കാർഡ് വേരിയൻറ്റുകൾ. ഇത് ഉപയോഗിക്കുന്നവർ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക. ഇത് കൂടാതെ ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന നിങ്ങൾ ഉപയോഗിക്കുന്ന നല്ല കാർഡ് വേരിയൻറ്റുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നമ്മൾ ഇങ്ങനെ FD ഇടുന്ന സമയത്ത് നമ്മൾ എത്ര രൂപയാണ് FD ഇടുന്നത് ആ ഒരു FDക്ക് ആ ഒരു ബാങ്കിൻ്റെ പലിശ റേറ്റ് അനുസരിച്ച് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് എത്ര നാളാണോ നമ്മൾ FD ഇടുന്നത് ആ ഒരു കാലാവധിയിലേക്കായിരിക്കും നമുക്ക് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക. നമുക്ക് ആ ഒരു
FD ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡും ക്ലോസ് ആകും. ആ ഒരു FD നമുക്ക് പിൻവലിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പാർഷ്യൽ വിഡ്രോവലൊന്നും അവൈലബിൾ അല്ല. നമ്മൾ തിരിച്ച് പേ ചെയ്യാനുള്ള ക്രെഡിറ്റ് കാർഡിൻ്റെ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് എമൗണ്ട് റീപേ ചെയ്യുക. അതിനുശേഷം ആ ഒരു ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് സാധിക്കൂ. ഈ രീതിയിലാണ് FD ബേസ്ഡ് ക്രെഡിറ്റ് കാർഡ് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി